Hi friends, welcome to our channel Center for CS. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ചൈനീസ് റിമൈൻഡർ തിയറം. ഇതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ലീനിയർ കോൺഗ്രുവൻസ് റിലേഷൻസ്, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൈനീസ് റിമൈൻഡർ തിയറം യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ച് സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ടാകും, അതിന് ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് യൂസ് ചെയ്യുന്ന തിയറമാണ് ചൈനീസ് റിമൈൻഡർ തിയറം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ കോൺഗ്രുവൻസ് ഉള്ള റിലേഷൻസിൽ assume m1 m2 up to mr are positive integers relatively prime in pairs, that is gcd of mi, mk equal to 1 where I not equal to k. അതായത് തന്നിരിക്കുന്ന ലീനിയർ കോൺഗ്രുവൻസസിൽ m1 മുതൽ mr വരെയുള്ളത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും എന്ന് മാത്രമല്ല, ഈ ഓരോ m വാല്യൂസും റിലേറ്റീവ്ലി പ്രൈമുമായിരിക്കും. അതായത് അവരുടെ GCD 1 ആയിരിക്കും. ഇത് സിസ്റ്റം ഓഫ് കോൺഗ്രുവൻസസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇതിൽ a1 a2 up to ar ആർബിട്രറി ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ എ ആർബിട്രറി ഇൻറ്റിജർ ആണ്, എം പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ എം വാല്യൂസ് ആണ്, m1 മുതൽ mr വരെയുള്ള വാല്യൂസ് ആണ് റിലേറ്റീവ്ലി പ്രൈം ആണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് സെറ്റ് ഓഫ് കോൺഗ്രുവൻസസ് ആണ്. ഇങ്ങനെ ഈ സിസ്റ്റത്തിൽ എത്ര കോൺഗ്രുവൻസ് റിലേഷൻസ് വേണമെങ്കിലും വരാം. അപ്പോൾ എക്സ് ഇസ് കോൺഗ്രുവൻറ്റ് ടു a1 മോഡ് m1 അപ് ടു എക്സ് കോൺഗ്രുവൻറ്റ് ടു ar മോഡ് mr. അങ്ങനെ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് കോൺഗ്രുവൻസസിൽ നിന്നും നമുക്ക് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. ഹാസ് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ മോഡുലോ ദ പ്രോഡക്റ്റ് m1 അപ് ടു mr. എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ മോഡുലോ m1 മുതൽ mr വരെയുള്ള പ്രൊഡക്ട്സും. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഒരു ജനറലൈസ്ഡ് ഫോം ആണ് തന്നിരിക്കുന്നത്. ഫോർ i ഈക്വൽ ടു 1 to k. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ വേണം നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് സിഗ്മ എ ഐ സി ഐ മോഡ് ക്യാപിറ്റൽ എം എന്നുള്ളതാണ്. ഇതിൽ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് സ്മോൾ എമ്മിൻ്റെ എല്ലാം കൂടി പ്രൊഡക്റ്റ് എടുക്കുന്നതാണ്. അതുപോലെ ഇതിലെ സി വാല്യൂ എന്ന് പറയുന്നത് എം ഐ ഇൻറ്റു എം ഐ ഇൻവേഴ്സ് മോഡ് സ്മോൾ എം ഐ ആണ്. ഇതിൽ എം ഐ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കിട്ടിയ ക്യാപിറ്റൽ എം, അതായത് ഈ എം വാല്യൂസിൻ്റെ എല്ലാം കൂടി പ്രൊഡക്റ്റ്, ആ ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ഓരോ സ്മോൾ എം വാല്യൂ ചെയ്യുമ്പോഴാണ് അതിന് കറസ്പോണ്ടിങ് ക്യാപിറ്റൽ എം വാല്യൂ കിട്ടുന്നത്. സെറ്റ് ഓഫ് കോൺഗ്രുവൻസസിൻ്റെ ഫോം ആണ് ഈ തന്നിരിക്കുന്നത്. b1x is congruent to a1 mod m1, bkx is congruent to ak mod mk. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ ഈ ഫോമിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്ത് എഴുതണം. അതായത് x is congruent എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ ഇവിടെ കിടക്കുന്ന b ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻവേഴ്സ് ആയിട്ട് മാറും. സോ x is congruent to a1 b1 inverse mod m1 up to x is congruent to ak bk inverse mod mk. ഇത് ചൈനീസ് റിമൈൻഡർ തിയറത്തിന്റെ ഒരു പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സിസ്റ്റം ഓഫ് കോൺഗ്രുവൻസിൽ 3 റിലേഷൻസ് ആണ് തന്നിരിക്കുന്നത്. x is congruent to 2 mod 3, x is congruent to 3 mod 4, x is congruent to 1 mod 5. യൂസിങ് ചൈനീസ് റിമൈൻഡർ തിയറം സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ ഇവിടെ 3 എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ a1c1 പ്ലസ് a2c2 പ്ലസ് a3c3 മോഡ് ക്യാപിറ്റൽ എം, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ ഇതിലെ ഓരോ ടേമിനെയും നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ എം നമുക്ക് ആദ്യം നോക്കാം. ക്യാപിറ്റൽ എം എന്താണ്? ഈ കിടക്കുന്നതാണ് സ്മോൾ എം വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് ഇസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം എന്ന് പറയുന്ന ഫോമാണ് ഇത്. ഇത് എ വാല്യൂ ആണ്, ഇത് സ്മോൾ എം വാല്യൂ ആണ്. അപ്പോൾ ക്യാപിറ്റൽ എം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്മോൾ എം വാല്യൂസിനെ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക.
അതായത് 3 ഇൻറ്റു 4 ഇൻറ്റു 5. ആ പ്രൊഡക്റ്റാണ് 60. ഇനി ഓരോ റിലേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാപിറ്റൽ എം വാല്യൂ നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ എം വാല്യൂ ഡിവൈഡഡ് ബൈ അതിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്മോൾ എം വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ M1 ഈക്വൽ ടു ഈ കിട്ടിയ എം ഡിവൈഡഡ് ബൈ സ്മോൾ m1. സ്മോൾ m1 3 ആണ്. സോ 60 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 20. അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ M2 ഈക്വൽ ടു ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ സ്മോൾ m2, അതായത് 60 ഡിവൈഡഡ് ബൈ 4. ക്യാപിറ്റൽ M3 ഈക്വൽ ടു ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ സ്മോൾ m3. സ്മോൾ m3യുടെ വാല്യൂ 5 ആണ്. സോ 60 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് m വാല്യൂസ് എല്ലാം കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടുന്നത് C വാല്യൂ കണ്ടെത്തണം. C1 മുതൽ C3 വരെയുള്ള വാല്യൂസ്. C1 കിട്ടുന്നതിന് വേണ്ടിയിട്ട് M1 ഇൻറ്റു M1 ഇൻവേഴ്സ് മോഡ് സ്മോൾ m1. ഇപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ക്യാപിറ്റൽ M1ൻ്റെ വാല്യൂ 20 ആണ്. സോ 20 ഇൻറ്റു 20 ഇൻവേഴ്സ് മോഡ് 3. 20 ഇൻവേഴ്സ് മോഡ് 3 എത്രയാണ്? 2 ആണ്. 18ലാണ് കംപ്ലീറ്റ് ആയിട്ട് 3 ലാസ്റ്റ് പോകുന്നത്. സോ ബാലൻസ് 2 റിമൈൻഡർ അപ്പോൾ 2 ആണ്. അപ്പോൾ 20 ഇൻറ്റു 2 40 എന്ന് വരുന്നു. അതുപോലെ തന്നെ C2 ഈക്വൽ ടു M2 ഇൻറ്റു M2 ഇൻവേഴ്സ് മോഡ് സ്മോൾ m2 ആണ്. അപ്പോൾ അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് 45 കിട്ടി. അതുപോലെ C3യുടെ വാല്യൂ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് C വാല്യൂ കിട്ടി, ക്യാപിറ്റൽ M വാല്യൂ കിട്ടി, സ്മോൾ m വാല്യൂ ഉണ്ട്, എയുടെ വാല്യൂവും നമ്മുടെ കയ്യിൽ ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റം ഓഫ് കോൺഗ്രുവൻസിൽ തന്നെ ഉണ്ട്. അപ്പോൾ സൊല്യൂഷൻ ക്യാപിറ്റൽ A ആണ്. ക്യാപിറ്റൽ A കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇതാണ്. അതിനകത്തേക്ക് നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫൈനൽ ആൻസർ 11 എന്ന് വരുന്നു. ഓക്കെ, അതായത് ഈ കിട്ടിയ വാല്യൂസ് മോഡുലസ് 60 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് 11 എന്നുള്ളൊരു ആൻസർ കിട്ടുന്നു. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിളും കൂടി തന്നിട്ടുണ്ട്. X is congruent to 2 mod 5, X is congruent to 4 mod 7, X is congruent to 1 mod 9. അപ്പോൾ സൊല്യൂഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ A ഈക്വൽ ടു A1 C1 പ്ലസ് A2 C2 പ്ലസ് A3 C3 മോഡ് ക്യാപിറ്റൽ M. ക്യാപിറ്റൽ M കിട്ടുന്നതിന് വേണ്ടി സ്മോൾ m വാല്യൂസിനെ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ആ പ്രൊഡക്റ്റ് ആണ് 315. ഇനി ഓരോ കറസ്പോണ്ടിങ് M1 വാല്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കിട്ടിയ M വാല്യൂ ഡിവൈഡഡ് ബൈ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്മോൾ m വാല്യൂ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടുന്നു. പിന്നീട് നമുക്ക് കണ്ടെത്തേണ്ടത് C1ൻ്റെ C വാല്യൂസ് ആണ്. അപ്പോൾ അതിന് M1 ഇൻറ്റു M1 ഇൻവേഴ്സ് മോഡ് സ്മോൾ m1 ആണ്. വാല്യൂസ് എല്ലാം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിയുടെ വാല്യൂസും കണ്ടെത്തുക. ലാസ്റ്റ് സൊല്യൂഷനിൽ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.